Good morning students, page number 14. The centrifugal force that tries to skid the car along the radius outwards. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ കാറ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് സ്കിഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് mv²r. അപ്പോൾ അത്രയും തന്നെ വാല്യൂ ഫ്രിക്ഷണൽ ഫോഴ്സായിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സായിട്ട് ടയറിനും റോഡിനോടൊക്കെ ആയിട്ട് കിട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് സ്കിഡ് ചെയ്യും. To avoid skidding, an equal centripetal force and the value ആണ് mv²r is provided by the frictional force Fs. For safe turning, skidding ഒന്നും ഇല്ലാതെ ടേൺ ചെയ്യണമെങ്കിൽ എന്ത് കൂടുതലായിരിക്കണം, ഫ്രിക്ഷൻ കൂടുതലായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് എന്തിനെങ്കിലും ഈക്വലായിരിക്കണം, mv²r ഈക്വലായിരിക്കണം. ഉദാഹരണത്തിന് കാറിൻ്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ, വളരെ വേഗതയിൽ പോയി കഴിഞ്ഞാൽ മാസ് മാറില്ല, റേഡിയസ് മാറില്ല. കാറിൻ്റെ മാസം മാറില്ല, കർവേച്ചറിൻ്റെ റേഡിയസ് മാറില്ല, പക്ഷെ എന്ത് കൂടും, വെലോസിറ്റി കൂടും. അങ്ങനെ ഈ ടേം മൊത്തം കൂടും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, തെറിപ്പിച്ചളയുന്ന ഫോഴ്സ് കൂടും. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞത് എന്തിനെങ്കിലും ഈക്വലായിരിക്കണം, എഫ്എസിനോടെങ്കിലും ഈക്വലായിരിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യാൻ ഈക്വൽ ടു ഓർ എഫ്എസ് ഷുഡ് ബി, ഫ്രിക്ഷണൽ ഫോഴ്സ് ഷുഡ് ബി മോർ ദാൻ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇനി നമുക്ക് എഫ് എസ് എന്ന് പറയുന്നത് മ്യൂസിൻ്റെ എൻ ആണെന്ന് നമുക്കറിയാം. എൻ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ അല്ലേ. അപ്പോൾ നേരത്തെ കണ്ടു ഈ നോർമൽ റിയാക്ഷൻ എൻ എന്തിന് ഈക്വലാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ രീതിയിൽ എം ജിക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്നിന് പകരം എന്തെഴുതാം, എം ജി എന്നെഴുതാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി mv²r ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs mg. രണ്ട് സൈഡിൽ നമുക്ക് എം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും v²r ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs × g എന്ന് കിട്ടും. ഇതിൽ നമുക്ക് വിക്ക് വേണ്ടി ഇക്വേഷൻ മാറ്റി എഴുതേണ്ടതുണ്ട്. അതിന് ആദ്യം v² വേണ്ടി മാറ്റി എഴുതാം. അതിന് v ഈക്വൽ ടു ഈ v ലെസ് ദാൻ ഓർ ഈക്വൽ ടു √μ²rg എന്ന് കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം സേഫ് വെലോസിറ്റി എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അതായത് ഒരു കർവേച്ചറിലൂടെ പോകാവുന്ന പരമാവധി സ്പീഡ്, അതിൽ കൂടുതൽ സ്പീഡ് പോയി കഴിഞ്ഞാൽ ടയറും റോഡും തമ്മിൽ ഗ്രിപ്പ് വിടും, ടയർ തേയാൻ തുടങ്ങും, സ്കിഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഇക്വേഷൻ മാക്സിമം സേഫ് വെലോസിറ്റി ഇക്വേഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി മാക്സ് ഈക്വൽ ടു √μs/rg. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കർവേച്ചറിലൂടെ കാർ മൂവ് ചെയ്യുമ്പോൾ സാധിക്കാവുന്ന പരമാവധി സേഫ് വെലോസിറ്റി, മാക്സിമം സേഫ് വെലോസിറ്റി. ഇനി നമുക്ക് ബാങ്ക്ഡ് റോഡ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ബാങ്ക്ഡ് റോഡ്, വാട്ട് ഈസ് ഇറ്റ്സ് യൂസ്? വേഗത കൂട്ടിൽ, വളരെ വേഗതയിൽ ഒരു കർവേച്ചറിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാകാം. സ്പീഡ് കുറക്കാൻ പറ്റില്ല, സ്പീഡ് നല്ല സ്പീഡിൽ തന്നെ കടന്നു പോകണം, എന്നാൽ സ്കിഡ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും ചില വളവുകളിൽ ഔട്ടർ സൈഡ്, റോഡിൻ്റെ ഔട്ടർ സൈഡ് ഉയർത്തിയും ഇന്നർ സൈഡ് താഴ്ത്തിയും പണിതിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചില മോട്ടോർ റേസിങ്ങിലൊക്കെ അങ്ങനെ റോഡുകൾ പണിയാറുണ്ട്. അപ്പോൾ എന്താ നോക്കാം. ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്കിഡിങ് ഓഫ് ദി വെഹിക്കിൾ അറ്റ് ദ കർവ്ഡ് റോഡ്, ദ ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഈസ് റേസ്ഡ് എബവ് ദ ഇന്നർ എഡ്ജ്. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് എന്താ, സ്കിഡിങ് ഒഴിവാക്കാം. ദിസ് ഈസ് കാൾഡ് ബാങ്ക്ഡ് റോഡ്. ഇങ്ങനെ പണിത് ചെയ്യുന്നതിനാണ് ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്നത്. റെയിൽവേ ട്രാക്കുകളും അങ്ങനെ ബാങ്ക് ചെയ്യാറുണ്ട്. ഇറ്റ് ഹെൽപ്പ് ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ ഓഫ് ദി ടയേഴ്സ് ഓഫ് ദ വെഹിക്കിൾ. രണ്ട് കാര്യങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന്, വിയർ ആൻഡ് ടിയർ കുറക്കാൻ, തേയ്മാനം കുറക്കാനായിട്ട് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് വി മാക്സ്. കൂടുതൽ വേഗതയിൽ സേഫ് ആയിട്ട് പോകാൻ വി മാക്സിൻ്റെ വാല്യൂ കൂട്ടാനായിട്ടും ഈ ബാങ്ക്ഡ് റോഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്.